USD സ്റ്റുഡൻസ്. എടാ നമ്മൾ വാങ്ക എന്നുള്ള ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലോട് കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നു, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എല്ലാ ചാപ്റ്ററിനും ചെയ്യുമെന്ന് ചോദിച്ചു, അതാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്, വീണ്ടും ഇതുപോലെ വാങ്കയിൽ നിന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Anton Chekhov's short story Vanka portrays the plight of a 9-year-old boy named Vanka. Write a paragraph on the sufferings of the boy in Alyakin's house. അപ്പോൾ അലിയാക്കിൻ്റെ വീട്ടിൽ വാങ്ക നേരിട്ടിട്ടുള്ള സഫറിങ്സ് അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മിസ് ഡിസ്കോസസ് ഇതിൽ പറയുന്നില്ല, അപ്പോൾ നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് ലാഗ് ആവും. സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം കേട്ടോ. സോ ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കോസസും ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. റെഡി? സോ എങ്ങനെയാണ്, എന്തൊക്കെ സഫറിങ്സ് ആണ് അലിയാക്കിൻ്റെ വീട്ടിൽ വാങ്ക അനുഭവിച്ചത്? ഒരൊറ്റ പാരഗ്രാഫിൽ അവൻ്റെ ആ ഒരു കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ അവനെതിരെ നടന്ന ഇവൻറ്റ്സ് നിങ്ങളൊരു പാരഗ്രാഫ് ആക്കി എഴുതിയാൽ മതി. റെഡി? സോ ആൻസർ നോക്കാം. Vanka suffered a lot in Alyakin's house. His master and mistress treat him very badly. They beat him often even for small mistakes. Okay, അപ്പോൾ അലിയാക്കിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വാങ്ക. ആൻഡ് ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്ട്രസ് ട്രീറ്റഡ് ഹിം വെരി ബാഡ്ലി. അല്ലേ, അവൻ്റെ യജമാനനും യജമാനത്തെയൊക്കെ അവനെ വളരെ ബാഡായിട്ടാണ്, വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ദേ ബീറ്റ് ഹിം ഓഫൻ ഈവൻ ഫോർ സ്മോൾ മിസ്റ്റേക്ക്. അല്ലേ, ചെറിയ മിസ്റ്റേക്സിന് പോലും അവനെ അടിച്ചു. ആൻഡ് വൺസ് ദ മാസ്റ്റർ ഡ്രാഗ്ഡ് ഹിം ഔട്ട്സൈഡ് ആൻഡ് ഹിറ്റ് ഹിം വിത്ത് എ സ്ട്രാപ്പ് ജസ്റ്റ് ബിക്കോസ് ഹി ഫെൽ അസ്ലീപ് വൈൽ റോക്കിംഗ് ദെയർ ബേബി. അപ്പോൾ അവരെ കുട്ടീനെ തൊട്ടിലാട്ടുന്ന സമയത്ത് അവനൊന്ന് ഉറങ്ങിപ്പോയതിനാണ് അവനെ സ്റ്റിറപ്പ് സ്ട്രാപ്പ് എടുത്തിട്ട് അവൻ അടിക്കുന്നത്. അല്ലേ, സോ ദ മിസ്ട്രസ് വൺസ് റബ്ഡ് എ ഫിഷ് ഓൺ ഹിസ് ഫേസ് ഫോർ കട്ടിങ് ഇറ്റ് ദ റോങ് വേ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, അവൻ വാലിൽ നിന്നാണ് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് ആ മീൻ എടുത്തിട്ട് അവൻ്റെ മുഖത്തിട്ട് ഉരയ്ക്കുന്നുണ്ട്. ഓക്കെ, വളരെ ക്രൂരതയാണ്. സോ ദ ഓൾഡർ അപ്രന്റൈസസ് മെയ്ഡ് ഫൺ ഓഫ് ഹിം ആൻഡ് ഫോഴ്സ് ഹിം ടു സ്റ്റീൽ ഫോർ ദം. അല്ലേ, അപ്പോൾ അവിടെയുള്ള ഓൾഡർ അപ്രന്റൈസസുകളൊക്കെ അവനെ കളവ് നടത്താനും അവനെ കളിയാക്കാറൊക്കെ ഉണ്ട്. സോ ഹി വാസ് ഓൾവേസ് ഹംഗ്രി ബിക്കോസ് ദേ ഗേവ് ഹിം വെരി ലിറ്റിൽ ഫുഡ്. അപ്പോൾ വളരെ എന്താ പറയുക, ക്രൂരത മാത്രമല്ല അവൻ അനുഭവിച്ചത്, അവന് ഫുഡ് പോലും മര്യാദയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഹി ഹാഡ് ടു സ്ലീപ്പ് ഇൻ എ കോൾഡ് പാസേജ് ആൻഡ് വാസ് woken up at night to take care of the baby. അപ്പോൾ തണുത്ത ആ ഒരു പാസേജിൽ അല്ലെങ്കിൽ ഒരു ഇടനാഴിയിലൊക്കെ ആയിരുന്നു അവൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവൻ ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു, കാരണം അവരുടെ ബേബീനെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു, തൊട്ടിലാട്ടി കൊടുക്കണമായിരുന്നു. സോ വാങ്ക ഫെൽ ലോൺലി ആൻഡ് മിസറബിൾ ആൻഡ് ഹി ഹാഡ് നോ വൺ ടു ലവ് ഓർ കെയർ ഫോർ ഹിം. സോ ഹി റോഡ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ബെഗിങ് ടു ബി ടേക്കൺ അവേ. അല്ലേ, അപ്പോൾ വാങ്ക അവിടെ വളരെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ആരുണ്ടായിരുന്നില്ല, അവൻ ലവും കെയറും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മെക്കാരിച്ചിന് എന്ത് എഴുതുന്നത്, ലെറ്റർ എഴുതുന്നത്. റെഡി? സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആ പാരഗ്രാഫിൻ്റെ മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഹാർട്ട് ടച്ചിങ് സ്റ്റോറി വാങ്ക റിവീൽസ് ദ ഓഡിയൻസ് ഓഫ് 9-year-old Vanka Chekhov. His loneliness and desperation to be reunited with his grandfather clearly tells us that the little boy suffers for no fault of his own. Prepare a review of the story. Review of the story എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറിയുടെ ഒരു സമ്മറി എഴുതുക. ആൻഡ് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ, ആ സ്റ്റോറിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളും കൂടിയൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നടന്നിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതുന്നതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, റിവ്യൂ എന്ന് പറയുക. സോ നമ്മൾ ആൻസർ നോക്കിക്കേ. റിവ്യൂ ഓഫ് ദ സ്റ്റോറി വാങ്ക. The story Vanka by Anton Chekhov is a heart-touching tale about a 9-year-old orphan boy named Vanka Chekhov. Vanka Chekhov എന്ന് പേരുള്ള 9 വയസ്സ് പ്രായമുള്ള ഒരു അനാഥ ചെക്കൻ്റെ കഥയാണ് എന്ത്, ആൻറ്റോൺ ചെക്കോവ് എഴുതിയ വാങ്ക. റെഡി? സോ ഹീ സെൻറ്റ് ടു മോസ്കോ ടു വർക്ക് ആസ് എൻ അപ്രൻറ്റീസ് അണ്ടർ എ ക്രൂവൽ ഷൂ മേക്കർ അലിയാക്കിൻ. അപ്പോൾ മോസ്കോയിലെ ഒരു ഷൂ മേക്കർ ആയിട്ടുള്ള ഒരു കോബ്ലർ ആയിട്ടുള്ള അലിയാക്കിൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടില്ല, ഷൂ മേക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്രൻറ്റീസ് ആയിട്ട് അവനെ പറഞ്ഞയച്ചതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് കെയർഡ് ഫോർ വാങ്ക സഫേഴ്സ് അലോട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടിയാണ്, എല്ലാവരും അവനെ എന്ത് ചെയ്യണം, ഒരു കരുതലും ഒരു കൺസിഡറേഷനൊക്കെ നൽകണം അല്ലേ. പക്ഷേ എല്ലാവരും അവൻ എന്ത് ചെയ്യാണ്, വാങ്ക സഫേഴ്സ് എ ലോട്ട്, എല്ലാവരും അവനെ ബുദ്ധിമുട്ടാണ്, പ്രയാസപ്പെടുത്താണ്. ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്ട്രസ് ബീറ്റ് ഹിം, ഗിവ് ഹിം വെരി ലിറ്റിൽ ഫുഡ് ആൻഡ് മേക്ക് ഹിം വർക്ക് ഓൾ ടൈം. He has no one to love or comfort him. Okay, so അവൻ്റെ മാസ്റ്ററും മിസ്ട്രസും ഒക്കെ അവൻ എപ്പോഴും തല്ലുന്നുണ്ട്. ആൻഡ് ഗിവ് ഹിം വെരി ലിറ്റിൽ ഫുഡ്. അല്ലേ, അവന് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ നൽകുന്നുള്ളൂ. ആൻഡ് മേക്ക് ഹിം വർക്ക് ഓൾ ടൈം, എല്ലാ സമയത്തും അവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ആൻഡ് ഹി ഹാസ് നോ വൺ ടു ലവ് ഓർ കംഫർട്ട് ഹിം. ആരും തന്നെ അവനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവന് കരുതൽ നൽകാൻ, കെയർ നൽകാനോ ഒന്നുമില്ല.
Feeling lonely and sad, Vanga remembers his grandfather Constantine Macarius. അപ്പോൾ അവന് വളരെ ഒറ്റപ്പെട്ടതുപോലെയും വളരെ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മെക്കാരിച്ചിനെ ഓർക്കുകയാണ്, ഹു യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിം ഇൻ ദ വില്ലേജ് ആൻഡ് ഹി തിങ്സ് അബൌട്ട് ദ ഹാപ്പി ടൈംസ് ദേ സ്പെൻഡ് ടുഗെദർ. അവർ ഒരുമിച്ചുണ്ടായിട്ടുള്ള സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളെ പറ്റിയിട്ട് അവൻ ആലോചിക്കുകയാണ് കേട്ടോ. അൺഎബിൾ ടു ബെയർ ഹിസ് സഫറിംഗ്, ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ബെഗിങ് ഹിം ടു ടേക്ക് ഹിം എവേ. And however, Vanka does not know how letters are delivered and simply writes to grandfather in the village on the envelope and making it unlikely that the letter will എവർ റീച്ച് ഹിം അല്ലേ. അപ്പോൾ അവൻ ആ ഒരു സങ്കടം കൊണ്ട് അവൻ്റെ കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാൻഡ് ഫാദറിന് ലെറ്റർ എഴുതാണ്. അവൻ ആ ലെറ്റർ അവിടെ എത്തുമെന്ന് പോലും അറിയില്ല, കറക്റ്റ് അഡ്രസ്സ് പോലും അറിയില്ല. ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റാന്റിൻ മെക്കാരിച്ചിന് പേര് മാത്രം കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ലെറ്റർ അവൻ സെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ആ റഷ്യയിൽ എത്രത്തോളം കോൺസ്റ്റാന്റിൻ മെക്കാരിച്ചുകൾ ഉണ്ടാവും. ഇവിടെ ആദിത്യ, മിസ്സിൻ്റെ പേര് പോലെ ആദിത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും അല്ലേ. സോ അതുപോലെ തന്നെയാണ് റഷ്യയിൽ കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും. സോ അത് അവിടെ എത്തുന്നൊന്നും ഒരു ഉറപ്പില്ല. സോ ദി സ്റ്റോറി ഈസ് വെരി ഇമോഷണൽ ആൻഡ് മേക്സ് us feel sorry for little Vanga, and it shows the hardships faced by poor children and reminds us how important love and care are for them എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോറീൻ്റെ റിവ്യൂ നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാങ്കാസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്റ്റോറി. വാങ്ക പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഗ്രാൻഡ് ഫാദർ. സോ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മെക്കാരിച്ചിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകാം കേട്ടോ. Character sketch of Vanga's grandfather. Vanga's grandfather, Constantine Macarius, is an old man who works as a night watchman on an estate. ഒരു ഓൾഡ് മാൻ ആണ്, ഒരു എസ്റ്റേറ്റിലെ നൈറ്റ് വാച്ച്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹീ ഈസ് അറൌണ്ട് 65 years old. ഏകദേശം ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവും. സ്മോൾ ആൻഡ് തിൻ, ചെറിയ മെലിഞ്ഞിട്ടുള്ള, ബട്ട് വെരി ആക്റ്റീവ് ആൻഡ് ലൈവ്ലി അല്ലേ. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, എജൈൽ ആയിട്ടുള്ള എന്നുള്ള വേർഡ് പഠിച്ചത് ഓർമ്മയില്ലേ? അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഹി ഹാസ് എ സ്മൈലിംഗ് ഫേസ് ആൻഡ് ഐസ് ദാറ്റ് ലുക്ക് സ്ലീപ്പി ബിക്കോസ് ഹി ഡ്രിങ്ക്സ് അലോട്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖമാണ് ആൻഡ് എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ടാണ് ഉണ്ടാവുക. കണ്ണൊക്കെ ബ്ലറി പോലെയാണ് ഉണ്ടാവുക. കാരണം നല്ല അടിക്കായിരുന്നു, അദ്ദേഹം വെള്ളം അടിക്കായിരുന്നു. സോ ഡ്യൂറിങ് ദ ഡേ ഹി റെസ്റ്റ് ഇൻ ദ കിച്ചൺ ആൻഡ് ജോക്സ് വിത്ത് ദ സെർവൻസ്. രാവിലെ സമയങ്ങളിൽ അദ്ദേഹം എന്താ ചെയ്യുക, ഒന്നെങ്കിൽ അദ്ദേഹം കിടന്നുറങ്ങും, അല്ലെങ്കിൽ കിച്ചണിൽ പോയിട്ട് അവിടെയുള്ള സെർവൻസിനോടും മെയ്ഡ്സിനോടൊക്കെ തമാശ പറഞ്ഞിരിക്കലാണ് ആളെ ഹോബി. അറ്റ് നൈറ്റ് ഹി വാക്സ് അറൌണ്ട് ദ എസ്റ്റേറ്റ് വിത്ത് ഹിസ് റാറ്റിൽ കീപ്പിംഗ് വാച്ച്. ഓക്കെ, സോ രാത്രി സമയത്ത് അദ്ദേഹത്തിൻ്റെ റാറ്റിൽ ചുറ്റിക്കൊണ്ടിട്ട് ആ ഒരു എസ്റ്റേറ്റ് മൊത്തം എന്ത് ചെയ്യും, നിരീക്ഷിക്കും. ആൻഡ് ഗ്രാൻഡ് ഫാദർ ലവ്സ് ഫൺ ആൻഡ് എൻജോയ്സ് ലൈഫ് അല്ലേ. അദ്ദേഹത്തിന് തമാശയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജീവിതം എൻജോയ് ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഹി ലൈക്സ് ടു ജോക്ക് വിത്ത് ദ കുക്സ് ആൻഡ് മെയ്ഡ്സ്, ഓഫറിംഗ് ദം സ്നഫ് ആൻഡ് ലാഫിംഗ് വെൻ ദേ സ്നീസ് അല്ലേ. അപ്പോൾ അവർക്ക് മൂക്കുപൊടി കൊടുക്കായിരുന്നു, അവർ തുമ്മുമ്പോൾ അദ്ദേഹം അത് കണ്ട് ചിരിക്കായിരുന്നു. ആൻഡ് ഹി ഈവൻ ഗിവ് സ്നഫ്സ് ടു ദ ഡോഗ്സ് അല്ലേ. ഡോഗ്സിന് പോലും എന്ത് ചെയ്യായിരുന്നു, മൂക്കുപൊടി കൊടുക്കായിരുന്നു. ആൻഡ് ഹി ഈസ് ഓൾസോ കൈൻഡ് ടു ഹിസ് ഗ്രാൻഡ് സൺ വാങ്ക. വാങ്ക റിമെമ്പേഴ്സ് ദ ടൈംസ് വെൻ ഹിസ് ഗ്രാൻഡ് ഫാദർ ടുക്ക് ഹിം ടു ദ ഫോറസ്റ്റ് ടു കട്ട് ക്രിസ്മസ് ട്രീസ്. അപ്പോൾ വാങ്ക ആലോചിക്കുന്നുണ്ട് അല്ലേ, വാങ്കനെ പണ്ട് ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് കൊണ്ടുപോയതൊക്കെ അവൻ ആലോചിക്കാറുണ്ട്. സോ ഹി ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ വാങ്ക വെൻ ഹിസ് മദർ വാസ് അലൈവ് അല്ലേ. അമ്മ ജീവനോടുള്ള സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാങ്കനെ ഒരുപാട് കെയർ ചെയ്തിട്ടും അവൻ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പോകാറൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ ദോ ഗ്രാൻഡ് ഫാദർ സീംസ് ചിയർഫുൾ, ഹി മേ നോട്ട് ബി വെരി റെസ്പോൺസിബിൾ അല്ലേ. അപ്പോൾ അദ്ദേഹം വളരെ ചിയർഫുൾ ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിലും അത്ര റെസ്പോൺസിബിൾ അല്ല. കാരണം ഒരു ഉത്തരവാദിത്തം എടുക്കുന്നില്ല, വാങ്കൻ്റെ ഉത്തരവാദിത്തം എടുക്കുന്നില്ല അല്ലേ. അവനെ വെറുതെ അവിടെ കൊണ്ടുപോയി ആക്കാണ്, പിന്നെ അവനെ തിരിഞ്ഞു നോക്കുന്നില്ല. സോ വാങ്ക റൈറ്റ്സ് ടു ഹിം ബെഗിങ് ടു ബി ടേക്കൺ അവേ, ബട്ട് വി ഡു നോട്ട് നോ ഇഫ് ഗ്രാൻഡ് ഫാദർ വിൽ എവർ കം ടു ഹെൽപ്പ് ഹിം അല്ലേ. അപ്പോൾ വാങ്ക അവനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ലെറ്ററൊക്കെ എഴുതുന്നുണ്ട്, പക്ഷേ അവനെ ഹെൽപ്പ് ചെയ്യാൻ വരുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. So however, in Vanka's eyes, his grandfather is his only hope and the person he loves the most അല്ലേ. പക്ഷെ വാങ്കൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അവന് ആകെ ഉള്ളത് ആരാണ്, അവൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്. ആൻഡ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആരെ തന്നെയാണ്, ഗ്രാൻഡ് ഫാദറിനെയാണ്. സോ ഇങ്ങനെ കോൺസ്റ്റാന്റിൻ മെക്കാരിച്ചിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വാങ്കയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ വാങ്കയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, നമ്മളൊരു പാരഗ്രാഫായിട്ട് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതിയാൽ മതി. റെഡി. സോ അടുത്തത് നറേഷൻ. വാങ്കയുടെ ഇൻസിഡൻസ് അല്ലെങ്കിൽ വാങ്കയുടെ ലൈഫിലുള്ള സ്ട്രഗിൾസ് ഒക്കെ നമ്മളോട് നറേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക. അപ്പോൾ നറേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹെഡിങ് വേണമെങ്കിൽ എഴുതാം, നോട്ട് നെസസറി ഫോർ നറേഷൻ കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഏത് പാട്ടിൽ നിന്നാണ് നമ്മളോട് നറേറ്റ് ചെയ്യാൻ പറഞ്ഞത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്ട്രഗിൾസ് അല്ലെങ്കിൽ അവൻ അനുഭവിച്ച സഫറിങ്സ് ഒക്കെയാണ്. റെഡി. ആൻഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്. ഇപ്പോൾ നറേഷൻ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലാണ് നമ്മൾ നറേറ്റ് ചെയ്യേണ്ടത്. ഏത് അതിലെ ക്യാരക്ടറാണ്
ആ ഒരു ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണത്. ആ ഒരു ക്യാരക്ടർ തന്നെയാണ്, കഥയിലുള്ള ക്യാരക്ടർ തന്നെയാണ് അവരെ സ്റ്റോറി ആരോടത്തെങ്കിലും നറേറ്റ് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നിങ്ങൾ യൂസ് ചെയ്യണം. ഹീ, ഷീ, ഐ, മീ, മൈ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇനി ഹീ, ഷീ ഒക്കെ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? അപ്പോൾ തേർഡ് പേഴ്സൺ ആണ്, നമ്മളോടാണ് സ്റ്റോറി നറേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ തേർഡ് പേഴ്സൺ ആണ് യൂസ് ചെയ്യുക. ഇനി കറക്റ്റ് ഓർഡറിൽ വേണം സീക്വൻസ് ദ ഇവൻറ്റ്സ്, ലൈക്ക് കറക്റ്റ് ഓർഡറിൽ ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങും മിഡിലും എൻഡിങ്ങും ഒക്കെ എന്തിനു വേണം? നമ്മുടെ ആ ഒരു ആൻസറിന് വേണം. ആൻഡ് നോ നീഡ് ഫോർ ഒപ്പീനിയൻസ് ആൻഡ് അവോയ്ഡ് അൺനെസസറി എക്സ്പ്ലനേഷൻ. അല്ലേ, നിങ്ങളുടെ ഒപ്പീനിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നറേഷൻ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്, നമ്മൾ കഥ പറയാണ്. സോ അവിടെ നിങ്ങളുടെ അഭിപ്രായം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. റെഡി? യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. റെഡി? സോ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. Vanga had a very hard life at Aliakin's house. His master and mistress treated him cruelly, and they often beat him for small mistakes. Once the master dragged him outside and hit him with a strap just because he fell asleep while rocking their baby. So നിങ്ങൾ എന്ത് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ എഴുതിയ ആ ഒരു പാരഗ്രാഫ് തന്നെ അല്ലേ, സോ അതന്നെ നിങ്ങൾ നറേഷനായിട്ട് എഴുതിയാൽ മതി കേട്ടോ. കാരണം നമ്മളോട് തേർഡ് പേഴ്സണിൽ നറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതന്നെ നറേഷനാക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. സെയിം ആൻസർ തന്നെയാണ്, അത് നിങ്ങൾ എഴുതിയാൽ മതി. റെഡി? സോ നറേഷൻ്റെ ഏകദേശം ഫോമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടെ പാരഗ്രാഫ് റൈറ്റിങ്ങിന് പകരം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? നറേറ്റ് ചെയ്യാൻ പറയും. അത്രയേ ഉള്ളൂ ഡിഫറൻറ്റ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡി? സോ ഇത്രയും കാര്യങ്ങളാണ് വാങ്ക എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.